ദിവസം ആൺകുട്ടി ഒരു വ്യാജ അഡ്മിഷൻ ലെറ്റർ ഉണ്ടാക്കി കോളേജിൽ പ്രവേശനം നേടാമെന്ന് കണ്ടെത്തി. യഥാർത്ഥ കത്തിന് സമാനമായ ഒരു വ്യാജ കത്ത് അവനുണ്ടാക്കി. അവൻ ആ കത്ത് തന്റെ അച്ഛനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നീട് അവൻ തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോയി അവനിൽ നിന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി. ഇതുമാത്രമല്ല, അവൻ തന്നെ ഒരു ജോയിനിംഗ് ലെറ്റർ തയ്യാറാക്കി സ്വന്തം വീടിന്റെ മെയിൽ ബോക്സിലിട്ടു. അച്ഛൻ കത്തെടുത്ത് പറഞ്ഞു, നിന്റെ പേരിൽ ഒരു കത്ത് വന്നിട്ടുണ്ട്. കത്ത് തുറന്നയുടൻ ആൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ, എനിക്ക് അഡ്മിഷൻ കിട്ടി. അമ്മ അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അച്ഛൻ ഇപ്പോഴും എന്തോ ഒരു പന്തികേട് തോന്നി. അടുത്ത ദിവസം രാവിലെ അച്ഛൻ പറഞ്ഞു, കോളേജ് വെബ്സൈറ്റ് അല്പം വിചിത്രമായി തോന്നുന്നു. എന്നിരുന്നാലും ഈ ഫീസ് ചെക്ക് എടുത്തോ, ഞാൻ നിന്നെ കോളേജിൽ കൊണ്ടുപോയാക്കാം. ഇത് കേട്ടപ്പോൾ ആൺകുട്ടിക്ക് പേടിയായി. ഇപ്പോൾ അവൻ വീണ്ടും തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു പെൺകുട്ടി പറഞ്ഞു, ജ്വലിക്കുന്ന ദൈവത്തെക്കൊണ്ട് സാധിക്കും. അവൾ അവരെ അടഞ്ഞുകിടക്കുന്ന ഒരു പഴയ ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയി. അവൾ പറഞ്ഞു, കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യൂ, ഇത് ഒരു കോളേജാവും. എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. ഏറ്റവും മോശം അവസ്ഥ ടോയ്ലറ്റിനായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും ചേർന്ന് ആ സ്ഥലം ഒരു കോളേജ് പോലെയാക്കി. ഇപ്പോൾ ഒരു പ്രിൻസിപ്പാളിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു തൊഴിലാളിയെ കണ്ടെത്തി. അയാൾ നേരത്തെ ഒരു ചെറിയ സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. ആദ്യം അയാൾ വിസമ്മതിച്ചു. പക്ഷേ അന്നുതന്നെ ഒരു ഉപഭോക്താവിന്റെ പരാതി കാരണം അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ ആ വാഗ്ദാനം സ്വീകരിച്ചു. ഇപ്പോൾ ചില ആൺകുട്ടികളെ പണം നൽകി വിദ്യാർത്ഥികളാക്കി. ഡേവിഡിന്റെ മാതാപിതാക്കൾ അവനെ കോളേജിൽ കൊണ്ടുപോകാൻ വന്ന ദിവസം അവർക്കെല്ലാം യഥാർത്ഥമായി തോന്നി. ഹോസ്റ്റലിലെ അവന്റെ റൂംമേറ്റിനെയും അവൻ അവർക്ക് പരിചയപ്പെടുത്തി. എല്ലാം പദ്ധതി അനുസരിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴാണ് അവന്റെ അച്ഛൻ പ്രിൻസിപ്പലിനെ കാണാൻ വന്നത്. തുടക്കത്തിൽ സംഭാഷണം നന്നായി പോയിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ വിചിത്രമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അച്ഛന് സംശയമായി. പക്ഷേ ഡേവിഡ് തമാശയായി പറഞ്ഞ് വിഷയം ഒഴിവാക്കുകയും സാഹചര്യം കൈകാര്യം ചെയ്യുകയും ചെയ്തു. അച്ഛൻ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ യഥാർത്ഥ പ്രശ്നം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം ഒരു അപരിചിതനായ ആൺകുട്ടി കോളേജിൽ വന്നു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഡേവിഡ് കരുതി അയാൾ ഒരു ഭ്രാന്തനാണെന്ന്. ഒരുപക്ഷെ അയാൾ ചികിത്സയ്ക്ക് വന്നതായിരിക്കാം. പക്ഷേ അപ്പോൾ അവൻ പറഞ്ഞു, മറ്റ് വിദ്യാർത്ഥികളും എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഡേവിഡ് പുറത്തേക്ക് പോയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. കോളേജിന് പുറത്ത് വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, എല്ലാവരും 5 വർഷത്തെ ഫീസ് നേരത്തെ തന്നെ അടച്ചിരുന്നു എന്നതാണ്. ഡേവിഡിന് തന്റെ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാൻ മാത്രം പണമുണ്ടായിരുന്നു. അവൻ സ്റ്റേജിലേക്ക് പോയി എല്ലാവരോടും സത്യം പറയാൻ ആലോചിച്ചു. പക്ഷേ അപ്പോൾ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റെന്ന് പറഞ്ഞു, നന്ദി സർ, എനിക്ക് ഒരിടത്തും അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എനിക്കൊരു അവസരം നൽകി. ഇതിനുശേഷം കരഘോഷം മുഴങ്ങി. ഡേവിഡ് സ്വന്തമായി അഡ്മിഷൻ എടുത്തവരെല്ലാം ആരാണെന്ന് ചോദിച്ചു. എല്ലാവരും കൈ ഉയർത്തി. സിസ്റ്റം ഒരിക്കലും അവസരം നൽകാത്ത കുട്ടികളാണ് ഇതെന്ന് അവന് മനസ്സിലായി. ഡേവിഡ് സ്റ്റേജിൽ വെച്ച് തന്നെ ഒരു പ്രചോദനാത്മക പ്രസംഗം നടത്തി. ഇത്രയും ദൂരം വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എവിടെയും എത്താൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട്. നിങ്ങൾക്ക് ഒരു അവസരം മാത്രമാണ് വേണ്ടിയിരുന്നത്. എല്ലാ വിദ്യാർത്ഥികളും സന്തോഷത്തോടെ നൃത്തം ചെയ്തു. ഡേവിഡിന്റെ സുഹൃത്ത് ഭയന്നു പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകും. പക്ഷേ ഇതിപ്പോൾ വെറും ഒരു വ്യാജ കോളേജായിരുന്നില്ല. ലോകം തള്ളിക്കളഞ്ഞ ആ കുട്ടികളുടെ പ്രതീക്ഷയായി അത് മാറിയിരുന്നു.